ഹായ് വെൽക്കം ടു ബിസ്പോൾ ലേണിംഗ്. എൻ്റെ പേര് സ്വാതി രാമകൃഷ്ണൻ. ഞാൻ എടുക്കാൻ പോകുന്നത് സോഹോ ബുക്സ് ആണ്. എന്നെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. ഈ ഒരു കൊമേഴ്സ് ഫീൽഡിൽ ഒരു 7 ഇയേഴ്സിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എം.കോം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ദെൻ ഇത്രയാണ് എന്നെക്കുറിച്ചുള്ള കാര്യം. നമുക്ക് അടുത്തായിട്ട് സോഹോനെ കുറിച്ച് പറയാം അല്ലേ. സോഹോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ അറിയാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടാവില്ലായിരിക്കില്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും പഠിക്കാൻ പോകുന്ന സോഹോ ബുക്സ് എന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അതൊരു സിമ്പിൾ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ദെൻ എത്ര ആൾക്കാർ കൊമേഴ്സ് ഫീൽഡിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. കൊമേഴ്സ് പഠിച്ച ആൾക്കാർ കാണുന്ന സമയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് ഈ സിമ്പിൾ ആണോ എന്ന് തോന്നും. പക്ഷേ കൊമേഴ്സ് പഠിക്കാത്ത ആൾക്കാർക്കും എന്താണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ ഒരു ഇത്തിരി ബേസിക്സ് അറിയണമെന്നേ ഉള്ളൂ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ് സോഹോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സോഹോനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ നോർമലി ഒരു ട്രാൻസാക്ഷൻ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കിപ്പോ പെട്ടെന്ന് ഇപ്പോൾ വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയും, പെട്ടെന്ന് ഒരു സാർക്ക് വിളിച്ച് പറയാം എന്താണ് എൻട്രി പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ ടൈമിൽ നമ്മൾ ലാപ്പിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കില്ലേ. ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ ഈ സോഹോ ബുക്സിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിലെ ഡീറ്റെയിൽസ് കാണാനും അതുപോലെ എൻട്രി പോസ്റ്റ് ചെയ്യാനും എൻട്രി എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ മീൻസ് ബില്ലിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വേർഷനാണ് സോഹോയുടേത്. നമ്മൾ സോഹോ ബുക്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഹോയുടെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ സോഹോ ബുക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ്, അതായത് നമ്മൾ മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ സോഹോ ബുക്സ് എടുക്കുന്നു എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ടാവും. അപ്പോൾ മെയിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാരില്ലല്ലേ. നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് സോഹോ ബുക്സ് ഫ്രീ ട്രയൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം, മീൻസ് ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആപ്പിനെ കുറിച്ചൊക്കെ പറയാം. ആ ബുക്സ് എന്ന ആപ്പിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നതിന് മുന്നായിട്ട് എന്താണെന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യം ഗൂഗിളിൽ പോവുക, സെർച്ച് ചെയ്യുക, സോഹോ ബുക്സ് ഫ്രീ ട്രയൽ സെർച്ച് ചെയ്യുക. അതിലൊരു സൈൻ അപ്പ് ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് ജസ്റ്റ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്തോ ആയിക്കോട്ടെ, എന്ത് കമ്പനിയും കൊടുക്കാം. നിങ്ങളുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ പേരാണ് സ്വാതി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയും. അതേപോലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അവിടെ GST നമ്പർ ഒക്കെ അടിച്ചു കൊടുക്കാനുണ്ടാവും. എന്താ GST നമ്പർ എന്ന് അറിയാത്ത ആൾക്കാരുണ്ടോ? ഇല്ലല്ലേ, ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, എന്താണ് GST നമ്പർ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് GST നമ്പർ അറിയില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഒരു ഡെമോ GST നമ്പർ അല്ലെങ്കിൽ GST നമ്പർ ഡെമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ച് ഗൂഗിളിൽ അടിച്ച് GST നമ്പർ അവർ തരും. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് വെക്കുക. ദെൻ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുവെക്കുക. ജസ്റ്റ് ഒന്ന് നോക്കുക. പറ്റുന്ന ആൾക്കാർ ചെയ്യാം, പറ്റാത്ത ആൾക്കാർ കുഴപ്പമില്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും അതെങ്ങനെ എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയും. നമുക്ക് വീഡിയോയിലോട്ട് വരാം. അടുത്തത് ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് വാട്ട് ഈസ് സോഹോ ബുക്സ്? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടല്ലേ. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഡിസൈൻ ഫോർ SMEs ടു മാനേജ് ഫൈനാൻസ്, ഓട്ടോമേറ്റ് ബിസിനസ്. ഒന്നുമില്ല, നമ്മുടെ ഫൈനാൻസ് ഒക്കെ മാനേജ് ചെയ്യാനും നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യാനും അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലെ കുറെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ വർക്ക് ഫ്ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ GST കംപ്ലൈൻസും അതുപോലെ ടാക്സ് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ വഴി. നമ്മൾ പണ്ടത്തെ പോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും, അതേപോലെ തന്നെ GST കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കലി എല്ലാം ഉണ്ടാവുന്നതാണ്. ദെൻ മെയിൻലി ഉള്ള കീ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിവർ ടു ആക്സസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫോണിൽ പോലെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ഭയങ്കര സെക്യൂർ ആണ്. ഇതാണ് മെയിൻലി വരുന്ന ജസ്റ്റ് ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സോഹോ ബുക്സിൻ്റെത്. ദെൻ ഡെയിലി യൂസ് ഓഫ് സോഹോ ബുക്സ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സോഹോ ബുക്സ് യൂസ് ആവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, കുറെ ഇൻവോയ്സസ് അടിക്കാനുണ്ടാവും, കുറെ എക്സ്പെൻസ് അടിക്കാനുണ്ടാവും, അതേപോലെ തന്നെ പേയ്മെന്റ്സ് ചെയ്യാനുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സോഹോ കൂടി ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി ബാങ്കിലേക്ക് കയറി ബാങ്ക് ത്രൂ ഒക്കെ ചെയ്യും അല്ലേ. പക്ഷെ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് സോഹോ ബുക്സ് വഴി തന്നെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ വഴിയെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് റിക്കൺസിലേഷൻ ചെയ്യാൻ പറ്റും. വീക്ക്ലി റിക്കൺസിലേഷൻ ഉണ്ടാവും, മന്ത്ലി റിക്കൺസിലേഷൻ ഉണ്ടാവും. എന്താണ് റിക്കൺസിലേഷൻ, എന്താണ് എക്സ്പെൻസ് എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഈ സോഹോയുടെ മൊഡ്യൂൾ എടുക്കുന്ന ടൈമിൽ എന്താണ് എക്സ്പെൻസ്, എങ്ങനെയാണ് വരുന്നത്, അത് എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ടാക്സ് കംപ്ലൈൻസ് അല്ലെ, GSTയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ
GST എത്ര ITC അവൈലബിലിറ്റി ഉണ്ട്, ITC ഇൻഎലിജിബിൾ ആണോ എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാം. പിന്നെ നമ്മൾ RCM അല്ലേ, റിവേഴ്സ് ചാർജ് പേ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ അറിയോ? അറിയില്ലെങ്കിലും കുഴപ്പമില്ല. റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. RCM നമ്മൾ GST വരുന്നതാണ്. ആ RCM നമ്മൾ എത്രയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ മന്ത്ലി റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും അല്ലേ, നമുക്ക് ഓണേഴ്സിന് എന്താവും റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനുണ്ടാവും. സോ നമുക്ക് റിപ്പോർട്ട്സും ഇതിൽ തന്നെ ഡയറക്റ്റ്ലി നമ്മൾ എൻട്രി ചെയ്താൽ കിട്ടും. നമ്മൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യാനും പറ്റും. അത് ഒരു ഇയർ എൻഡ് ഒക്കെ വരുന്ന ടൈമിൽ ക്ലോസിംഗ് ടൂൾ ആയിട്ട് നമുക്ക് സോഹോ ബുക്സിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു മെയിൻ ബെനിഫിറ്റ്സ് അല്ലെ യൂസ് എന്ന് പറയുന്നത്. ദെൻ കോർ ഫീച്ചേഴ്സ് ഓഫ് സോഹോ ബുക്സ്. കോർ ഫീച്ചേഴ്സ് ഓഫ് സോഹോ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇൻവോയ്സിങ്, എക്സ്പെൻസ് മാനേജ്മെന്റ്, ബാങ്ക് റിക്കൺസിലേഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്, GST ഫയലിംഗ്, റിപ്പോർട്ട്സ്, ഇതൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞതല്ലേ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മൾ ഇൻവോയ്സ് ആകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അത് കസ്റ്റമൈസ് ചെയ്യാം, പിന്നെ അത് നമുക്ക് പ്രൊഫഷണൽ ഇൻവോയ്സ് ആയിട്ട് സെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതും സോഹോ ബുക്സ് ത്രൂ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ എക്സ്പെൻസ് മാനേജ്മെന്റ്, അത് ട്രാക്ക് ചെയ്യാം, ഒരു എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനും അത് എക്സ്പെൻസ് കാറ്റഗറൈസ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ റിക്കൺസിലിയേഷൻ അല്ലേ, നമ്മളെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് റിക്കൺസിൽ ചെയ്യാൻ പറ്റും. ദെൻ ഇൻവെന്ററി എന്ന് വെച്ചാൽ ഓർഗനൈസേഷനിലെ മെയിൻ സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് ആണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് അല്ലേ. അത് വെച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ ക്യാപിറ്റൽ സൈക്കിൾ അല്ലേ, വർക്ക് ഫ്ലോ സൈക്കിൾ എന്നൊക്കെ പറയില്ലേ. സോ ആ ക്യാപിറ്റൽ വർക്ക് ഫ്ലോ സൈക്കിളിനൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മളെ ഇൻവെന്ററി ആണ് അല്ലെ, സ്റ്റോക്ക് ആണ്. അപ്പൊ ഈ സ്റ്റോക്കിനെ മാനേജ് ചെയ്യുക, എത്ര സ്റ്റോക്ക് നമുക്ക് കറന്റ് അവൈലബിൾ ആണ്, എത്ര സ്റ്റോക്ക് ഇൻ ആണ്, എത്ര സ്റ്റോക്ക് ഔട്ട് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇത് നമ്മൾ എൻട്രി ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ദെൻ GST ഫയലിംഗ്, ഒന്നുമില്ല, ഫയൽ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി GSTR 1ഉം 2B 3B ഒക്കെ ഓട്ടോമാറ്റിക്കലി സോഹോ ബുക്സിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ റിപ്പോർട്ട്സ് ആണ്. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അനലിറ്റിക്സ്. ഒന്നുമില്ല, നമുക്ക് നോർമലി ഒരു P&L അതുപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഇതിലുണ്ടാവും. അതുപോലെ ട്രയൽ ബാലൻസ് ഒക്കെ നമുക്ക് ഇതിലുണ്ടാവും. നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഡെയിലി എൻട്രി ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രം മതി. ബാക്കി എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാ സോഫ്റ്റ്വെയർസിലും ഉണ്ടാവില്ല. ഈ ഒരു ഫീച്ചേഴ്സും റിപ്പോർട്ട്സും കാര്യങ്ങളും ഇതിൽ തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഇനിയാണ് മെയിൻ ആയിട്ട് നമ്മൾ സെറ്റിംഗ് അപ്പ് ഓഫ് സോഹോ ബുക്സ് വരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫ്രീ ട്രയൽ സോഹോ ബുക്സ് എടുത്ത് വെക്കുക, എന്നിട്ട് സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. സോ അത് സ്റ്റെപ്പ് ഒന്ന് നോക്കാം എങ്ങനെയാണ്. നമ്മൾ ആദ്യം സൈൻ അപ്പ് ആൻഡ് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. ദെൻ ഒന്നുമില്ല, ഒരു മെയിൽ ID എടുക്കുന്നു. മെയിൽ ID വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സൈൻ ഇൻ കൊടുക്കുന്നു, നമ്മുടെ നെയിം കൊടുക്കുന്നു, കമ്പനി നെയിം ഇഷ്ടമുള്ള കൊടുക്കാം. ദെൻ അതിനുശേഷം നമുക്ക് നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പോവാം. അങ്ങനെയാണ്. ദെൻ ഓർഗനൈസേഷൻ സെറ്റപ്പ്. ഓർഗനൈസേഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് മെയിൻലി പ്രൊഡക്റ്റ് എന്താണ്, GST നമ്പർ എന്തൊക്കെയാണ്, പാൻ നമ്പർ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. പിന്നെ ബിസിനസ് നെയിംസ്, അതിൻ്റെ അഡ്രസ്സ്, ഇപ്പോൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. സ്റ്റെപ്പ് 3 ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മെയിൻലി ഒരു അക്കൗണ്ടന്റ് അല്ലെ, അക്കൗണ്ടിങ് പഠിച്ച ഒരാൾക്ക് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ. സോ ലെഡ്ജേഴ്സ് തന്നെയാണ് എന്ത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ. അപ്പോൾ ലെഡ്ജേഴ്സ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഓരോ എക്സ്പെൻസസ് വരും, അത് ഓരോന്നിന്റെ അണ്ടറിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുക അല്ലേ. സോ അതാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. എന്തിന്റെ അണ്ടറിലാണ് നമ്മൾ എക്സ്പെൻസസിനെ അല്ലെങ്കിൽ എന്തോ ഒരു ഇൻകം ആയിക്കോട്ടെ എന്തിനെങ്കിലും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് മാറ്റുന്നത്, അതാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അല്ലെ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. നമ്മൾ ലെഡ്ജറിന് യൂസ് ചെയ്യുന്ന വേറൊരു ടേം ആണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ കറൻസി ആൻഡ് ടാക്സ് പ്രിഫറൻസ് ആണ്. കറൻസി നമുക്ക് US ഡോളറിലായിരിക്കാം, ചിലപ്പോൾ യൂറോയിലായിരിക്കും, ചില സമയത്ത് എന്താണ് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും അല്ലേ. ആ വരുന്ന സമയത്ത് ഇത് കൺവേർഷനും നമുക്ക് ഇതിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മീൻസ് ഓട്ടോമാറ്റിക്കലി റേറ്റും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് വരാമെന്ന് വെച്ചാൽ നമ്മൾ പെർച്ചേസ് ആയിട്ട് എൻട്രി ചെയ്യും അല്ലേ. പെർച്ചേസ് എൻട്രി ചെയ്യുന്ന സമയത്ത് USD എമൗണ്ട് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ USD എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ റുപ്പിയിലോട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതാണ് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് 5 വരുന്നതാണ് യൂസേഴ്സ് ആൻഡ് റോൾസ്. യൂസേഴ്സ് ആൻഡ് റോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ ഓർഗനൈസേഷനിൽ പ്രൈവസി കുറച്ച് ഒരു എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്റർ ആണല്ലേ. സോ നമ്മൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ മെയിൻലി ഒരു അക്കൗണ്ടിങ് വ്യൂവിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു അക്കൗണ്ട്സിന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ആൾക്കാർക്കും കാണണമെന്നില്ല അല്ലെ. ഒരു ഓർഗനൈസേഷൻ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊക്യൂർമെന്റ്, സെയിൽസ്, ഫൈനാൻസ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആക്ച്വലി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ് മെയിൻലി എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതൽ അവയർനെസ് ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആരൊക്കെയാണോ നമ്മളെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കാണേണ്ടത് അതനുസരിച്ച് യൂസേഴ്സിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻലി പറയുന്നത്. നമുക്ക് നമ്മുടെ റോൾസും കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതുള്ളതാണ്. ദെൻ ഇനിയാണ് മെയിൻ തിങ്. ഞാൻ പറഞ്ഞു നമ്മൾ സോഹോ ബുക്സിൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേരാണ് ABC ടെക്സ്റ്റൈൽസ് എന്നുള്ളതാണ്. കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്നത് എറണാകുളത്താണ്.
ഓക്കെ, അതിന് GST നമ്പറാണ് കൊടുത്തേക്കുന്നത്. ചുമ്മാ ഞാൻ ഡെമോ അടിച്ചേക്കുന്ന GST നമ്പറാണ്. ആർക്കും എന്താ പറയുക, GST നമ്പറിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തോളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് നോക്കുക. ദെൻ അത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ മെയിൻലി എന്ത് ചെയ്യും, ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്. ഒരു ഇൻവോയ്സ് എങ്ങനെ അടിക്കാം, ഒരു പർച്ചേസ് ബിൽ എങ്ങനെ അടിക്കാം, എങ്ങനെ ബാങ്കിങ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അതിന് കൂടെ നമുക്ക് അറിയേണ്ട കുറച്ച് ബേസിക് ടേംസുകൾ ഉണ്ടല്ലേ. സെയിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബേസിക് ടേംസ് ഉണ്ട്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബേസിക് ടേംസ് വരുന്നുണ്ട്, TDS എന്താണ്, GST എന്താണ് അഡ്വാൻസ് ടാക്സ് എന്താണ്, ടാക്സ് കംപ്ലയിൻസ് എന്തൊക്കെയാണ് അതിന്റെ റേറ്റ് കാര്യങ്ങൾ, RCM എന്താണ്, പിന്നെ അതേപോലെ ക്രെഡിറ്റ് നോട്ട് എന്താണ്, ഡെബിറ്റ് നോട്ട് എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇത്ര എടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഒന്നും പറഞ്ഞില്ല, സിമ്പിൾ ആയിട്ട് ഒരു ബേസിക്സ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്യാം, കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുമില്ല, സോഹോ ബുക്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി സോഹോന് സോഹോ ബുക്സ് മാത്രമല്ല, സോഹോ CRM, സോഹോ പീപ്പിൾ, സോഹോ പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വേർഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ഫൈനാൻസ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരൊറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ സോഹോ ബുക്സ്, സോഹോ എക്സ്പെൻസ് സെപ്പറേറ്റ്, സോഹോ മെയിൽ എന്നുള്ള കാര്യങ്ങൾ കിട്ടും. ഞാൻ പറഞ്ഞു മെയിൽ ID ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് സോഹോ തന്നെ ഒരു മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോഹോ മെയിൽ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് നമ്മൾ Gmail പോലെ തന്നെ അതിൽ സെപ്പറേറ്റ് മെയിൽസും കാര്യങ്ങളൊക്കെ വരും. മെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുക്സും ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റഡ് ആയിട്ട് രണ്ടും കൂടെ അങ്ങനെയാണ് വരുന്നത്. സോ ഇത്രയാണ്. പിന്നെ നമ്മൾ ഡേ ടു ഡേ എക്സ്പെൻസസ് ആയ ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ജേർണൽ എൻട്രീസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ജേർണൽ എൻട്രീസ് അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്തിട്ട് 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്കിത് ഓക്കെ ആയിക്കോളും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അക്കൗണ്ട്സ് അറിയാത്ത ഒരാൾക്ക് പോലും ഒരു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാനൊക്കെ സിമ്പിൾ ആയിട്ട് പറ്റും. നമ്മൾ ഇതിന്റെ ഒരു ഓവർവ്യൂ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര പേയബിൾസ് ഉണ്ട്, എത്ര റിസീവബിൾസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് വരുന്നത്. അപ്പം ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്താൽ മതി. നമുക്ക് ഡൗട്ടും കാര്യങ്ങളും തീർക്കാം. മനസ്സിലാവുന്നില്ലാണെങ്കിൽ പറയണം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറയണം. നമുക്കതൊക്കെ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ പുതുതായിട്ട് പഠിക്കുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണ്ടേ. എങ്കിൽ മാത്രമല്ലേ നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമുള്ളൂ അല്ലേ. സോ എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.